ഹലോ ഗൈസ്, അപ്പം ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ അല്ല കേട്ടോ. പക്ഷേ എങ്ങനെയോ ഇതൊരു ഇൻട്രോ വീഡിയോ ആയി മാറി ഗൈസ്. അപ്പോൾ സത്യത്തിൽ ആക്ച്വലി ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ഒന്നും അല്ലായിരുന്നു. ഇവിടെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഹെയർ കെയർ ചെയ്തിട്ട് വീഡിയോ എടുക്കണം എന്ന് തന്നെ വിചാരിച്ചാണ്. പക്ഷേ എന്നെ മഴ ചതിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന ടൈമിൽ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഇപ്പോൾ ഒന്ന് തോന്നുന്നു ആ ഒരു സ്പോട്ടിൽ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തിട്ട് വന്നതാണ്. ഇന്ന് എടുക്കണ്ട വിചാരിച്ചാണ്. പക്ഷേ എന്നെ വിശ്വസിച്ച് കൂടെ കൂടി കുറച്ച് പേരുണ്ട്. അപ്പം അവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരല്ലെങ്കിൽ കൺഫ്യൂസ് ആയിപ്പോകും എന്താണ് ചലഞ്ചിൽ ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ ഒട്ടും വൈകാണ്ട് പോയി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു പാക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നത് നടന്നില്ല. സോ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നമ്മുടെ വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിലൊന്ന് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ മുടി അങ്ങോട്ട് അഴിച്ചിടുക. അപ്പോഴേക്ക് ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ എൻ്റെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്ക് മുടി അങ്ങോട്ട് പാർട്ടീഷൻ ചെയ്തിട്ടിട്ട് ജടയൊക്കെ ഒന്ന് കളഞ്ഞു. വലിയ ജടയൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ലോ ആയിട്ടുള്ള ഹെയർ ഫോളാണ്. ആ ഒരു ശരിയാണ് എൻ്റെ ഒരു മുഖത്ത് കണ്ടത് നിങ്ങൾ. അപ്പം ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ വേറെ ഒന്നുമല്ല, നമ്മുടെ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും മാത്രമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ഈ നട്ടുച്ച വെയിലത്ത് എന്തിനാണ് ഈ ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, എൻ്റെ ഫോണിൽ ഫ്ലാഷ് കണ്ടിട്ടാണ്. അപ്പോൾ ചേട്ടനോട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ട് ചേട്ടാ, ഞാനതൊക്കെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചേട്ടനാകെ കിളിപ്പോയ രീതിയിൽ നോക്കിയിട്ട് ചേട്ടൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. പക്ഷേ ഞാനിങ്ങനെ ഹെഡിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന സമയമെല്ലാം ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് എൻ്റെ മനസ്സിൽ വന്നിട്ടാണ് എനിക്ക് ആ ചിരി ഇങ്ങനെ എൻ്റെ മുഖത്തിങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നത് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മുടി ഭയങ്കര ഹെയർ ഫാൾ മീൻസ് നല്ല കുറവുണ്ട് കേട്ടോ. നല്ല കുറവുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. കാര്യം എനിക്ക് പക്ഷേ ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ നോക്കിയപ്പം എനിക്ക് തോന്നിയത് ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് ഒട്ടും ഹെയർ ലോസ് ഇല്ലാത്തത്. പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ദിവസം കുറച്ചും കൂടി കാണും. പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഹെയർ ഫാൾ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഡേ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ഡേയും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നല്ല കുറവുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കുറവുണ്ട്. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനലിലെ വിശ്വസിച്ച് നിങ്ങൾക്ക് കൂടെ കൂടാം. ബിക്കോസ് എനിക്ക് സ്വയം ഒരു വിശ്വാസം വന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വീഡിയോ ഒന്നും മിസ്സാക്കാണ്ടിടാൻ നോക്കാം. ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. എന്നാലും ഇങ്ങനെയുള്ള ഒരു അറിയാലോ എല്ലായിടവും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പോകെ എല്ലാം ഞാൻ ഓവർകം ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റീൻ്റെയും അതുപോലെ വോയിസിൻ്റെയും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതും പരിഹരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് പിന്നെ കുറേ അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന വീഡിയോസ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോകെ എല്ലാം റെഡിയാക്കുന്നതാണ്. അപ്പം അവർ പറഞ്ഞ കണ്ടൻറ്റുകളായാലും കാര്യങ്ങളായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ ഒരുപാട് സന്തോഷം. എൻ്റെ ചാനലിൽ കുറേ ന്യൂ മെമ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. പിന്നെ പോകെ എല്ലാം ശരിയാക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ ബൈ. അപ്പം നല്ലൊരു ഹെയർ കെയർ ടിപ്പും അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ടിപ്പായിട്ട് അടുത്ത വീഡിയോയിലാണ്. സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ആക്കിയിട്ടില്ല കേട്ടോ. സ്റ്റാർട്ട് ആക്കാത്തതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോകെ നോക്കാം. അപ്പം ഓക്കെ ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. ലവ് യു ഓൾ.